നമസ്കാരം. കടയ്ക്കൽ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി കടയ്ക്കൽ അമ്പലച്ചിറയുടെ വൈദ്യുത ദീപാലങ്കാര കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ആ കാഴ്ച നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. വളരെ മനോഹരമായി വൈദ്യുത ദീപാലങ്കാരം ചെയ്തിട്ടുള്ള അമ്പലച്ചിറ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് ഏകദേശം 30ഓളം പ്രദേശങ്ങളിൽ വൈദ്യുത ദീപാലങ്കാര കാഴ്ചകളുണ്ട്. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വൈദ്യുത ദീപാലങ്കാര കാഴ്ചയാണ്. കാരണം കടയ്ക്കൽ ചിറയിൽ വർഷങ്ങളായി വൈദ്യുത ദീപാലങ്കാര കാഴ്ചയുണ്ട്. വളരെ മനോഹരമായി ആരെയും ആകർഷിക്കുന്ന തരത്തിലാണ് വൈദ്യുത ദീപാലങ്കാരം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ആൽത്തറമുടി നിവാസികളാണ് ഇവിടെ ഈ വൈദ്യുത ദീപാലങ്കാര കാഴ്ച ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ ആൽത്തറമുടി ജംഗ്ഷൻ, ക്ഷേത്രം, പോട്ടാൽ ചുവട്, അഞ്ചുമുക്ക്, കടയ്ക്കൽ, ചെങ്ങേലി, പാങ്ങലുകാട്, ആറ്റുപുറം, കൊച്ചാറ്റുപുറം, കോട്ടപ്പുറം, കുറ്റിക്കാട് എന്ന് തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ വൈദ്യുത ദീപാലങ്കാര കാഴ്ചകളുണ്ട്. അതിൽ ഏറ്റവും നമുക്ക് മനോഹരമായി തോന്നുന്നത് ഈ ചിറയിലെ ദീപാലങ്കാര കാഴ്ചകളാണ്. കാരണം വെള്ളത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്തെന്ന് കാണാൻ മനോഹരമാണ്. വളരെ മനോഹരമായി തന്നെ അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ദുഃഖകരമായ കാര്യം കൂടി നമുക്ക് ഇതിനിടെ കൂടി പറയാനാണ്. ഞങ്ങളുടെ വാർത്ത ചെയ്തതാണ്. ഇതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട് ചിറയിൽ. അത് പൊതുജനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. കാര്യം വളരെ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയാണ് ചിറ പുനരുദ്ധരിച്ച് ഇങ്ങനെ മനോഹരമാക്കി അതിന് നടപ്പാതയും മറ്റ് ഓപ്പൺ ജിമ്മും ഒക്കെ നിർമ്മിച്ച് ഒരു ഓഡിറ്റോറിയം നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ ലക്ഷങ്ങൾ ചിലവാക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ ചിറ നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ്. നമ്മുടെ ജനങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗം വിളിച്ചു പോകുന്നതാണ് കടയ്ക്കൽ തിരുവാതിര മഹോത്സവം. അതിനെ നിങ്ങൾ ഇത്തരത്തിൽ ചിറയിൽ മാലിന്യം വലിച്ചെറിഞ്ഞ് നമ്മുടെ സംസ്കാരമില്ലായ്മ കാണിക്കരുത് എന്നൊരു അഭ്യർത്ഥന കൂടി ഉണ്ട്. കമ്മിറ്റി ക്ഷേത്ര ഉപദേശ സമിതി തന്നെ ഇതിന് 4 വഴിക്കും വേസ്റ്റ് ബിന്നുകൾ വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് നിക്ഷേപിക്കുന്നതിന് വേണ്ടി. പക്ഷെ അതിലൊന്നും വലിച്ചെറിയാതെ ക്ഷേത്ര കുളത്തിൽ അലക്ഷ്യമായി ബോട്ടിലും മറ്റു മാലിന്യങ്ങളും വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. എന്തുമാത്രം റിസ്ക് എടുത്തെങ്കിൽ മാത്രമേ ഈ മാലിന്യങ്ങൾ ഇനി നീക്കം ചെയ്യാൻ കഴിയൂ. നമ്മുടെ പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഉണ്ടാകുന്ന വൃത്തിയും വെടിപ്പും ഒക്കെ നമ്മുടെ ഗൃഹത്തിൽ നിന്നും നമ്മൾ ഗുണപാഠമായി പഠിക്കുന്നതാണ്. നമ്മുടെ സംസ്കാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ആണ് പൊതുജനങ്ങളിൽ നിന്ന് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ഈ ദീപാലങ്കാര കാഴ്ച ഇനി കുരിശിയോടുകൂടി തിരുവാതിര മഹോത്സവം അവസാനിക്കുകയാണ്. ഇനി 3 നാൾ കൂടി ഉത്സവത്തിന് ഉണ്ട്. ഇന്ന് 14-ാം തീയതിയാണ്. ഇന്ന് 13 ആണ്. 14, 15, 16 16-ാം തീയതി ഉത്സവത്തിന് സമാപനം കുറിക്കും.